ഓരോ കണ്ണ് ചിമ്മൽ പോലും ആ മെമ്മറിയിൽ സേവാണ്. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ മൊബൈലിന്റെ ക്യാമറ എത്ര പിക്സലുള്ള ക്യാമറയാ, അതിനനുസരിച്ച് നല്ല ക്വാളിറ്റിയോടുകൂടി വീഡിയോയും അതുപോലെ ഫോട്ടോസും ഒക്കെ സേവ് ആവുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കണ്ണെന്ന് പറയുന്ന ക്യാമറയിൽ നമ്മൾ കണ്ട ക്ലിക്ക് ചെയ്ത വീഡിയോയും ഇമേജും അല്ലാഹു വെച്ചിട്ടുള്ള മെമ്മറിയിൽ സേവ് ആകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മൊബൈലിന്റെ മൈക്കിലൂടെയുള്ള സംസാരങ്ങളും അതിന്റെ സേവാകളും പോലെ നമ്മുടെ നാവിലൂടെ വരുന്ന ശബ്ദങ്ങൾ, വോയിസ് ക്ലിപ്പുകൾ അല്ലാഹു വെച്ചിട്ടുള്ള മെമ്മറിയിൽ സേവ് ആകുന്നു. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വഹിയ ഇൻദല്ലാഹി മഹ്ഫൂളാ, വഹിയ ഇൻദല്ലാഹി മഹ്ഫൂളാ. ആ പാപങ്ങൾ മുഴുവനും നാം മറന്നാലും കേടാകാത്തൊരു മെമ്മറി കാർഡിൽ സൂക്ഷിക്കപ്പെടുന്നത് പോലെ അല്ലാഹുവിന്റെ അടുത്ത് നാം ചെയ്ത തെറ്റുകളെല്ലാം വളരെ കൃത്യമായി രേഖപ്പെട്ടു വെച്ചിട്ടുണ്ട്, മറക്കല്ലേ. അതുകൊണ്ട് ഇന്നലകളിൽ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, അതൊരിക്കലും മറക്കാൻ പാടില്ല. അതിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഖേദമുണ്ടാവുന്നത്. പാപങ്ങളെ ചിന്തിക്കുമ്പോഴാണ്, പടച്ചവരെ, ഞാൻ വലിയ പാപം ചെയ്തു പോയിട്ടുള്ള ആളാണല്ലോ, ഞാൻ വൻ പാപം ചെയ്തിട്ടുള്ള ആളാണല്ലോ, എന്റെ ജീവിതത്തിന്റെ അരികു ചേർന്ന് വലുതും ചെറുതും ഒരുപാട് സംഭവിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, നീ രക്ഷപ്പെടുത്തിയാലല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. നീ എന്നെ സലാമത്താക്കണേ അല്ലാ. പടച്ചവനെ, തൗബയുടെ വാതിൽ എനിക്ക് തുറന്നു തരണേ അല്ലാ. എനിക്ക് ഈമാനോടെ മരിക്കണമല്ലാ, എനിക്ക് ഖബറിൽ സമാധാനത്തിൽ കിടക്കണമല്ലാ, എനിക്ക് ബർസഖിന്റെ ജീവിതം സന്തോഷപ്രദമാകണമല്ലാ, എനിക്ക് നാളെ പരലോകത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സഹാബികൾ നിൽക്കുമ്പോൾ, താബിഈങ്ങൾ നിൽക്കുമ്പോൾ, ഇമാമിങ്ങൾ നിൽക്കുമ്പോൾ, സാദാത്യങ്ങൾ നിൽക്കുമ്പോൾ, ഉലമാക്കൾ നിൽക്കുമ്പോൾ, മുഅ്മിനീങ്ങൾ നിൽക്കുമ്പോൾ, സാലിഹീങ്ങൾ നിൽക്കുമ്പോൾ, ആ പരിസരത്ത് കുറച്ചു ദൂരത്താണെങ്കിലും എനിക്ക് ഹബീബിന്റെ തിരുമുഖം 14-ാം രാവിനെ പൂർണ്ണയന്തുവിനെ പരാജയപ്പെടുത്തിയ ആ പരിശുദ്ധമായ മുഖമുണ്ടല്ലോ, ആ പുണ്യമായ മുഖം എനിക്ക് പരലോകത്തിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ആ പരിസരത്ത് നിന്നൊന്ന് കാണാൻ, പടച്ചവനെ, എനിക്ക് ഈമാനോടെ മരിക്കണമല്ലാ എന്ന് ചിന്തിക്കണമെങ്കിൽ ഇന്നലകളിൽ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർമ്മ വരണം, പാപങ്ങളെ കുറിച്ച് ഓർമ്മ വരണം. അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുകയാണ്, നിസിയാനു ദുനൂബിൽ മാളിയ, ഇന്നലകളിൽ വന്നുപോയ തെറ്റുകളുണ്ടല്ലോ, നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ടോ? അല്ലാഹുവേ, കഴിഞ്ഞ വർഷം ഞാൻ ആ തെറ്റ് ചെയ്തല്ലോ, 2 വർഷത്തിന് മുമ്പ് ഞാൻ ആ പാപം ചെയ്തല്ലോ, 5 വർഷത്തിന് മുമ്പ് ഞാൻ ആ തെറ്റ് ചെയ്തല്ലോ അല്ലാ. കാലം കഴിഞ്ഞപ്പോ ഞാനങ്ങ് മറന്നുപോയി അല്ലാ. വഹിയ ഇൻദല്ലാഹി മഹ്ഫൂളാ. പക്ഷേ പടച്ചവന്റെ അടുക്കൽ ആ മെമ്മറി കാർഡ് സേവാണ്. എന്റെ പ്രിയപ്പെട്ടവര്, നമുക്കറിയാം, മുമ്പൊക്കെയുള്ള മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് മെമ്മറി അല്ല, മൊബൈലിനോടൊപ്പം വരുന്ന മെമ്മറി അല്ല. മുമ്പൊക്കെ ചെറിയൊരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു, ഓർമ്മയുള്ളവരുണ്ടല്ലോ, ചെറിയൊരു മെമ്മറി കാർഡ് ഉണ്ടാവും. ആ ചെറിയ മെമ്മറി കാർഡ് അതാ നമ്മൾ മൊബൈലിലേക്ക് തിരികെ പ്രസ് ചെയ്യുകയാണ്. ആ മൊബൈലിന്റെ മെമ്മറി കാർഡിലേക്ക് മൊബൈലിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ സേവ് ആവുകയാണ്, വീഡിയോ സേവ് ആവുകയാണ്, വോയിസ് ക്ലിപ്പ് സേവ് ആവുകയാണ്, മറ്റു പല ഫയലുകളും സേവ് ആവുകയാണ്. കുറച്ച് നാൾ കിടന്നിട്ട് ആ മെമ്മറി കാർഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് വലിച്ചടിച്ച് ചെറിയൊരു പേപ്പറിൽ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ, പേപ്പറിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് അലമാരയിൽ ഭദ്രമായി സൂക്ഷിക്കുമ്പോൾ, ആ മെമ്മറി ഫുൾ ആയതുകൊണ്ട് മാറ്റിവെച്ചതാ. എന്നിട്ടൊരു ഫ്രഷായ മെമ്മറി കാർഡ് നമ്മളെടുത്ത് പിന്നെയും ഫിറ്റ് ചെയ്യുകയാ. ഇതൊന്നും അധികകാലമായിട്ടില്ല, നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. ഞാൻ പറയട്ടെ, നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞു വെച്ച മെമ്മറി കാർഡ് ഇരുന്ന സ്ഥലം മറന്നുപോയി. വർഷങ്ങൾ കുറയായി, 10 കൊല്ലം കഴിഞ്ഞപ്പോൾ, അലമാര വൃത്തിയാക്കിയപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച നമ്മുടെ പേപ്പറിന്റെ അടിയിലേക്ക് വെച്ചിരുന്ന ആ ചെറിയ മെമ്മറി കാർഡ് ഉണ്ടല്ലോ, നോക്കുമ്പോൾ ചെറിയൊരു പൊതിയിരിക്കുന്നു. ആ പൊതി നമ്മൾ അഴിക്കുന്നു. നമ്മൾ അത്ഭുതപ്പെടുന്നു, പടച്ചവനെ, നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചെന്റെ മെമ്മറി കാർഡ് തിരിച്ചു കിട്ടിയല്ലോ. ആ ചെറിയ പൊതി അഴിച്ചിട്ട് ആ പഴയ മെമ്മറി കാർഡ് നമ്മൾ പുതിയ മെമ്മറി പിന്നെ അതാ മാറ്റിയിട്ടൊന്ന് ഇട്ട് നോക്കുന്നു. അല്ലാ അല്ലാ, 10 വർഷം മുമ്പ് നമ്മുടെ ചിത്രം വരികയാ, 10 വർഷം മുമ്പുള്ള നമ്മുടെ പാട്ട് വരികയാ, 10 വർഷം മുമ്പ് നമ്മുടെ കുഞ്ഞിനിപ്പോ 10 വയസ്സ് കഴിഞ്ഞു, പ്രസവിച്ചതിന്റെ ഫോട്ടോ വരികയാ, വീഡിയോ വരികയാ. പഴയ വീട് പുതിയ വീട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. വീടിന്റെ ഇനാഗുറേഷൻ നടന്നപ്പോഴുള്ള
ചടങ്ങുകളുടെ വീഡിയോ വരികയാ. അങ്ങനെ ഇന്നലകളിലൊക്കെ നമ്മൾ എടുത്തു വെച്ച് നമ്മൾ പോലും മറന്നുപോയ വീഡിയോയും ഫോട്ടോസും ഓഡിയോയും ഒക്കെ വരുന്നു. നമ്മൾ തന്നെ പറയുന്നു, പടച്ചവനെ ഇതൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നോ, ഇതൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നോ. ഓരോ കാര്യങ്ങളും ചെയ്തതൊക്കെ ഓർമ്മ വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതെല്ലാം പടച്ചവൻ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ളൊരു മെമ്മറി കാർഡ് ഇതുപോലെ ഇതിനേക്കാളും നല്ല ജാഗ്രതയോടെ നല്ല കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറിൽ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ മെമ്മറി കാർഡിൽ അല്ലാഹു സേവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ മുഴുവനും ആ മെമ്മറി കാർഡ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതൊരിക്കലും മെമ്മറി ഫുള്ളാവൂല, ഒരിക്കലും ആ മെമ്മറി ഹാങ് ആകൂല. ചെറുപ്പക്കാരാ, ഒരിക്കലും അതിൽ വൈറസ് കയറൂല. പ്രിയപ്പെട്ട പൊന്നുമോള്, ആ മെമ്മറി കാർഡിൽ ഒരിക്കലും ഒരു പ്രശ്നവും വരൂല. അത് റിമൂവ് ചെയ്ത് വേറെ ഒന്ന് കണക്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവൂല. ആ മെമ്മറി കാർഡിൽ നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും റെക്കോർഡാണ്. ആ മെമ്മറി കാർഡ് നാളെ പരലോകത്തിൽ ഊരിയിട്ട് കണക്ട് ചെയ്യുന്ന സമയമുണ്ടല്ലോ. ഒരു പ്രൊജക്ടറിൽ അല്ലാഹു നമ്മുടെ മെമ്മറി കാർഡ് പ്രത്യക്ഷപ്പെടുത്തുന്ന സമയമുണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞില്ലേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഓരോ മനുഷ്യനും പറയും നമ്മുടെ പഴയ മെമ്മറി കാർഡ്, പഴയ പുതിയ മൊബൈൽ ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ, അല്ലാഹുവേ ഇതെല്ലാം ഞാൻ ചെയ്തതായിരുന്നു, ഞാൻ മറന്നുപോയി. ചെറിയ കാര്യം പോലും ഈ മെമ്മറിയിൽ ഉണ്ടല്ലോ. പടച്ചവന്റെ മെമ്മറിയിൽ ഞാൻ നോക്കിയതുണ്ട്, കണ്ടതുണ്ട്, പറഞ്ഞതുണ്ട്, അനുഭവിച്ചതുണ്ട്, ലക്ഷ്യം വെച്ചതുണ്ട്, നടന്നതുണ്ട്, പിടിച്ചതുണ്ട്, തൊട്ടതുണ്ട്. ഓരോ കണ്ണ് ചിമ്മൽ പോലും ആ മെമ്മറിയിൽ സേവാണ്. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ മൊബൈലിന്റെ ക്യാമറ എത്ര പിക്സലുള്ള ക്യാമറയാ, അതിനനുസരിച്ച് നല്ല ക്വാളിറ്റിയോടുകൂടി വീഡിയോയും അതുപോലെ ഫോട്ടോസും ഒക്കെ സേവ് ആവുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. കണ്ണെന്ന് പറയുന്ന ക്യാമറയിൽ നമ്മൾ കണ്ട ക്ലിക്ക് ചെയ്ത വീഡിയോയും ഇമേജും അല്ലാഹു വെച്ചിട്ടുള്ള മെമ്മറിയിൽ സേവ് ആകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മൊബൈലിന്റെ മൈക്കിലൂടെയുള്ള സംസാരങ്ങളും അതിന്റെ സേവാകും പോലെ നമ്മുടെ നാവിലൂടെ വരുന്ന ശബ്ദങ്ങൾ, വോയിസ് ക്ലിപ്പുകൾ അല്ലാഹു വെച്ചിട്ടുള്ള മെമ്മറിയിൽ സേവ് ആകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ അടുക്കൽ വഹിയ ഇൻദല്ലാഹി മഹ്ഫൂളാ, അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ പറന്നു പോയാലും ചെറുപ്പക്കാരാ, ഇന്നലകൾ ചെയ്തു പോയ തെറ്റുകൾ പടച്ചവന്റെ മുമ്പിൽ കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപങ്ങളെ മറന്നുപോകല്ലേ, തെറ്റുകളെ മറന്നുപോകല്ലേ. കാരണം അത് മുമ്പിൽ വെച്ച് ഇടക്കിടക്ക് പടച്ചവന്റെ മുമ്പിൽ കണ്ണീർ വാർക്കാനുള്ളതാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹി